പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിയോളജിയിലേക്ക് സ്നേഹമുള്ള എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞു വെച്ചത്. ശാസ്ത്രവും ദൈവശാസ്ത്രവും ശാസ്ത്രവും മതവും തമ്മിലുള്ള സംവാദത്തിൻ്റെ ആകാശം വളരെ വിശാലമായ ഒന്നാണ്. അതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് നമുക്ക് അപഗ്രഥനം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമല്ല. എന്നാലും ശാസ്ത്രത്തിൻ്റെ രണ്ട് പ്രമുഖങ്ങളായ സിദ്ധാന്തങ്ങളെ അവലംബമാക്കിക്കൊണ്ട് നമ്മൾ ചില ശാസ്ത്രീയമായ ഉൾക്കാഴ്ചകളെ ദൈവശാസ്ത്രപരമായിട്ട് അപഗ്രഥിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ അവലംബമാക്കുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തവും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവുമാണ്. നിങ്ങളിൽ ഏതാനും പേര് എഴുതി ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം കൂടിയായിട്ടാണ് നമ്മൾ ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും ഈ പ്രഭാഷണങ്ങൾക്ക് വിഷയമായി എടുത്തിരിക്കുന്നത്. ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ സിദ്ധാന്തമായ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ച് ആമുഖമായിട്ട് ഏതാനും വാക്കുകൾ പറയുന്നതായിരിക്കും. തുടർന്ന് മഹാവിസ്ഫോടന സിദ്ധാന്തവും ബൈബിളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തുന്നതായിരിക്കും. തുടർന്ന് എപ്രകാരമാണ് ദൈവശാസ്ത്രപരമായി ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ചോൽപത്തിയുള്ള കുറിച്ചുള്ള നിഗമനങ്ങളെ കാണേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമവും നമ്മൾ നടത്തുന്നതായിരിക്കും. ആദ്യമേ തന്നെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തമായ ശാസ്ത്രീയ വിവരണമായ ബിഗ് ബാങ് തിയറി, അതാ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ. ആദ്യമേ തന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നറിയണമെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തുടങ്ങാം. നമുക്ക് ഏറ്റവും അടുത്തുള്ള പരിചിതമായ ഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി ഇതേതാണ്ട് 9000 കിലോമീറ്റർ വ്യാസമുള്ളതാണ് എന്ന് പറയുന്നു. ഒരു സ്പേസ് ഷട്ടിലിൽ ഇതിന് ചുറ്റും നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഭൂമിക്ക് ചുറ്റും ഒരു പ്രാവശ്യം പോയി വരുവാനായിട്ട് സാധിക്കും. സൗരയൂഥത്തിന്റെ ഭാഗമാണ് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി. ഭൂമിയുടെ വലിപ്പം ഇത്രയുമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഈ വ്യാഴം ഭൂമിയേക്കാളും അനേകമടങ്ങ് വലിപ്പമുള്ളതാണ്. ഒരു ബോളിന് മേൽ പെറുക്കി വെച്ചിരിക്കുന്ന മുത്തുകൾ പോലെ വ്യാഴം ഗ്രഹത്തിന് മുകളിൽ നമുക്ക് ഒരുപാട് ഭൂമികളെ ഒന്നിനോടൊന്ന് ചേർത്ത് പെറുക്കി വെക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത്രമാത്രം വലുതാണ് വ്യാഴം ഗ്രഹം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ ബാക്കി 6 ഗ്രഹങ്ങള്, പ്ലൂട്ടോ ഉൾപ്പെടെ 7 ഗ്രഹങ്ങള്, പിന്നെ ചിഹ്നഗ്രഹങ്ങള്, ഉൽക്കകള് മുതലായവയെല്ലാം ഈ സൗരയൂഥത്തിന്റെ ഭാഗമാണ്. ഈ ഗ്രഹങ്ങളെല്ലാം അതിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാലും സൗരയൂഥം മൊത്തത്തിൻ്റെയും 2% മാത്രമേ ആകുന്നുള്ളൂ എന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു വരുന്നത്. ബാക്കി 98% എന്താണ്? 98% ഭാരവും സൈസും അത് സൂര്യൻ്റേതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സൂര്യൻ എന്ന് പറയുന്നത് എത്ര വലിയ ഒരു സംവിധാനമാണ് എന്ന്, എത്ര വലിയ ഒരു നക്ഷത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ മനസ്സിലാക്കുക, ഈ സൂര്യൻ എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ഒരു നക്ഷത്രമാണ്. സൂര്യനേക്കാൾ അനേകമടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് ശരാശരി വലിപ്പം മാത്രമുള്ള ഒരു നക്ഷത്രമാണ് എന്ന് പറയുന്നു. ഇതുപോലെയുള്ള എത്ര നക്ഷത്രങ്ങൾ നമ്മുടെ സൗരയൂഥം ഭാഗമായിരിക്കുന്ന ക്ഷീരപഥം ഗാലക്സിയിൽ ഉണ്ടെന്നറിയാമോ? 100 ബില്യൺ നക്ഷത്രങ്ങൾ, 10,000 കോടി നക്ഷത്രങ്ങൾ ക്ഷീരപഥം എന്ന് പറയുന്ന ഈ ഏക ഗാലക്സിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. ഈ പറയുന്ന 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ക്ഷീരപഥം ഗാലക്സി എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ഒരു ഗാലക്സിയാണെന്ന് വീണ്ടും അസ്ട്രോണമി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനേക്കാളും അനേകമടങ്ങ് വലിപ്പമുള്ള ഗാലക്സികൾ ഉണ്ടത്രേ. ഇങ്ങനെയുള്ള എത്ര ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്? 1ഉം 2ഉമല്ല, 100 ബില്യൺ ഗാലക്സീസ്. അതായത് വീണ്ടും 10,000 കോടി ഗാലക്സികൾ. അതാണ് നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. പ്രകാശവേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്നുള്ളതാണ്. ഈ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ ഈ കരയിൽ നിന്നും മറുകരയിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് 1500 കോടി പ്രകാശ വർഷങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ മറുകരയിൽ എത്തിച്ചേരുവാനായിട്ട് ഇത്രമാത്രം വലിപ്പമുള്ളതാണ് ഈ പ്രപഞ്ചം. എന്നാൽ ഈ പറഞ്ഞ ദ്രവ്യത്തെ മുഴുവനും, ഈ ഗാലക്സികളിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉൽക്കകളെയും അസ്ട്രോയിഡുകളെയും മീട്രോയിഡുകളെയും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഒരു മൂലയിലേക്ക് നമ്മൾ അടിച്ചു കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ 0.01% സൈസ് മാത്രമേ, സ്ഥലം മാത്രമേ ഈ ദ്രവ്യം മുഴുവനും എടുക്കുകയുള്ളൂ. അതായത് 0.01% മാത്രം ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം വലിപ്പത്തിന്റെ. ബാക്കി 99.99% എന്താണ്? അത് ശൂന്യമായ സ്ഥലമാണ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള സ്ഥലം, ഗ്രഹങ്ങൾ തമ്മിലുള്ള ശൂന്യമായ സ്ഥലം. അപ്പോൾ മനസ്സിലാക്കാം ഈ പ്രപഞ്ചം എത്ര വളരെ വലിയ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയും. എന്നാൽ ഇന്ന് മോഡേൺ കോസ്മോളജി, അസ്ട്രോണമിയൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഈ പറഞ്ഞ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തെ മുഴുവനും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെറിയ ഒരു പദാർത്ഥ കണികയെ മനസ്സിലാക്കാൻ സാധിച്ചാൽ മതി എന്ന് പറയുന്നു. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ബെൽജിയൻ അസ്ട്രോണമർ ജോർജ് ലെമായത്ര പറയുന്നത് ശ്രദ്ധിക്കുക. ഗിവ് മീ ആൻ ആറ്റം, ഐ വിൽ ക്രിയേറ്റ് എ യൂണിവേഴ്സ് ഫോർ യു. എനിക്കൊരു ആറ്റത്തെ തരിക, ഞാൻ അതിൽ നിന്നും ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കി തരാമെന്ന് പറയും. എത്ര വളരെ ചിന്തോദ്ദീപകമായൊരു പ്രസ്താവനയാണ് ഇത് എന്ന് തോന്നുക. ഒരു ആറ്റത്തിനുള്ളിലുണ്ട് ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചം മുഴുവനും എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 1500 കോടി പ്രകാശ വർഷം വലിപ്പമുള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും മറുകരയിൽ കിടക്കുന്ന ഗാലക്സികൾ 1500 കോടി പ്രകാശ വർഷം അകലെ കിടക്കുന്നവയാണ്. എവിടെ നിന്നാണ് ഈ ഗാലക്സികളെല്ലാം ഉണ്ടായത്? എന്താണ് ഈ ഗാലക്സികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഗാലക്സികൾ മുഴുവനും ഇപ്പോഴും ഓടിയകന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗാലക്സിയും മറ്റെല്ലാ ഗാലക്സികളിൽ നിന്നും പരസ്പരം ഓടിയകന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഭൂമി ഭാഗമായിരിക്കുന്ന ക്ഷീരപഥം ഗാലക്സി അടക്കം എല്ലാ ഗാലക്സികളും പരസ്പരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ അതിനെ ഓട്ടം എന്ന് വിളിക്കും. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിനെ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ അഥവാ വികാസം എന്ന് പറയും. എവിടെ നിന്നാണ് ഗാലക്സികളെല്ലാം ഈ ഓട്ടം ആരംഭിച്ചത്? എന്നാണ് ഈ ഓട്ടം ആരംഭിച്ചത്? ആ ഓട്ടം ആരംഭിച്ച പ്രഥമ ബിന്ദു, ആ പ്രഥമ സമയം, അതിനെയാണ് നമ്മൾ മഹാവിസ്ഫോടനത്തിന്റെ നിമിഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ന് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ദ്രവ്യം മുഴുവനും ഒരു ആറ്റത്തിന്റെ മാത്രം വലിപ്പമുള്ള സ്പേസിന്റെ ചുരുക്കത്തിലേക്ക് ഭദ്രമായി അടച്ചുപൂട്ടപ്പെട്ട് വച്ചിരിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു. ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ ഒരു ആറ്റത്തിന്റെ മാത്രം വലിപ്പത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അത് എത്രമാത്രം വിചിത്രമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ഭാവനാതീതമാണ് ആ ദ്രവ്യത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബിഗ് ബാങ്ങിന്റെ ഡെൻസിറ്റി അനന്തമായിരുന്നു എന്ന് പറയുന്നത്. ഊഷ്മാവ് അതിലേറെയായിരുന്നു. ഊഷ്മാവും അനന്തമായിരുന്നു. അനന്തമായ ഊഷ്മാവില്, അനന്തമായ സാന്ദ്രതയില് പ്രപഞ്ചത്തിലെ ദ്രവ്യം മുഴുവനും ഏതോ ഭാവനാതീതമായ ഒരു സാഹചര്യത്തിലെ സ്ഥിതിവിശേഷമായിട്ട് കൂടിപ്പിണഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷം. പദാർത്ഥത്തിന്റെ സൂപ്പ്, മാറ്റർ സൂപ്പ് എന്നാണ് പല ജ്യോതിശാസ്ത്രജ്ഞന്മാരും അതേക്കുറിച്ച് പറയുന്നത്, ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നത്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഇതിനെ ഒരു സിംഗുലാരിറ്റി എന്ന് വിശേഷിപ്പിക്കും. നമുക്കറിയാം എന്താണ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. പ്രകൃതി നിയമങ്ങളെല്ലാം എത്തിച്ചേരുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം എന്തോ, അതാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്.
ശാസ്ത്രത്തിന്റെ പരിമിതിയാണ് ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. മഹാവിസ്ഫോടനം എന്ന് പറയുന്നത് നിലവിലുള്ള ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ കൊണ്ടോ പ്രകൃതി നിയമങ്ങൾ കൊണ്ടോ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ശാസ്ത്ര പ്രതിഭാസമാണ് എന്നുള്ളതിന് ശാസ്ത്രം തന്നെ അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സിംഗുലാരിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ മഹാവിസ്ഫോടനം എന്ന് തുടങ്ങി 1500 കോടി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എവിടെ നിന്നായി മഹാവിസ്ഫോടനം തുടങ്ങിയത്, എന്ന് തുടങ്ങി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മഹാവിസ്ഫോടനം നടക്കുന്നത് പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്ന സമയത്തിന്റെ ഒരു പോയിന്റിൽ 1500 കോടി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി എന്ന് വിചാരിച്ചു പോയാൽ നമുക്ക് തെറ്റിപ്പോയി. സമയത്തിന്റെ ആരംഭം തന്നെ മഹാവിസ്ഫോടനത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട്. നമ്മൾ ഇന്ന് കണക്കാക്കുന്ന ഈ സമയത്തിന് ഒരാരംഭമുണ്ട്. മഹാവിസ്ഫോടനത്തിന് മുമ്പ് സമയം എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ മഹാവിസ്ഫോടനത്തിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? ഈ ചോദ്യം തന്നെ വലിയൊരു അസംബന്ധമായിട്ടാണ് കണക്കാക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിനോട് അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തിന്റെ ഉൽപ്പത്തി സിദ്ധാന്തത്തിനെതിരെ ഒരു വിമർശനം ചോദിച്ചു. ഉണ്ടാക്കിയത് ദൈവമാണെങ്കിൽ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം എന്തെടുക്കുകയായിരുന്നു? ലോക സൃഷ്ടിക്ക് മുമ്പ് എന്താ ദൈവം ഉറങ്ങിക്കിടക്കുകയായിരുന്നോ എന്ന്. അഗസ്റ്റിൻ പറഞ്ഞു, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഇത്തരം അസംബന്ധങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടി നരകമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ഇവിടുത്തെ വിവക്ഷ എന്ന് പറയുന്നത് ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് സമയം തന്നെ ഉണ്ടായിരുന്നില്ല. മുൻപ് പിൻപ് എന്നൊക്കെ പറയുന്നത് സമയത്തിന്റെ സവിശേഷതകളാണ്. അതുകൊണ്ട് സമയമുണ്ടാകുന്നതിന് മുമ്പ് എന്ത് എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബിഗ് ബാങ്ങിനോട് കൂടിയാണ് ലോകത്തിന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് എന്ന് പറയും. ബിഗ് ബാങ്ങിന് മുമ്പ് സമയം തന്നെ ഉണ്ടായിരുന്നില്ല. സമയത്തിന്റെ ആരംഭം ബിഗ് ബാങ്ങിനോട് കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എവിടെയാണ് ഈ ബിഗ് ബാങ് സംഭവിച്ചത്? മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എവിടെയാണ് സ്പേസിന്റെ ആരംഭം എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഈ കാണുന്ന ശൂന്യതയില്, ഈ ഇല്ലായ്മയില്, ഈ സ്പേസില് ബിഗ് ബാങ് സംഭവിച്ചു എന്ന് വിചാരിക്കരുത്. ഈ ഗാലക്സികളൊക്കെ സ്പേസിൽ നിലനിൽക്കുന്നവയാണ്. ബിഗ് ബാങ്ങിന് മുമ്പ് ഈ സ്പേസും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. ബിഗ് ബാങ് എന്ന് പറയുന്നത് തന്നെയാണ് സ്പേസിന്റെയും ആരംഭവും. അതായത് സ്ഥലവും കാലവും സ്പേസും ടൈമും ആരംഭിക്കുന്നത് ബിഗ് ബാങ്ങിനോട് കൂടിയാണ് എന്നുള്ളതാണ്. ബിഗ് ബാങ്ങിന് മുമ്പ് സ്പേസും ടൈമും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞു, പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന സമസ്ത ഭൗതിക യാഥാർത്ഥ്യങ്ങളും ആരംഭിച്ചത് മഹാവിസ്ഫോടനത്തോടു കൂടിയാണ്. ശാസ്ത്രത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനെയും അതിനെ പിടിച്ച് 1500 കോടി പ്രകാശ വർഷങ്ങൾ പിന്നിലേക്ക് ചെല്ലുക, നമ്മളെല്ലാവരും ഒത്തുചേരുന്നത് ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന ആ പ്രഥമ ബിന്ദുവിലേക്കായിരിക്കുമെന്നുള്ളതാണ്. കാരണം എല്ലാറ്റിൻ്റെയും ആരംഭം അവിടെയാണ് എന്നുള്ള സംഗതികൾ. എന്നാൽ അത് വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അതേപ്പറ്റി ഒരുപാട് വിശദാംശങ്ങൾ ഇന്ന് ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. ഈ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ അതിൻ്റെ ദൈവശാസ്ത്രപരമായ ചില അന്തർധാരകളെ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ബിഗ് ബാങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? മഹാവിസ്ഫോടനം എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്നത് പോലെയുള്ള ഒരു സ്ഫോടനമാണ് ബിഗ് ബാങ്ങിൽ സംഭവിച്ചത് എന്ന് വിചാരിക്കരുത്. ശബ്ദകോലാഹലത്തോടു കൂടിയ ഒരു സ്ഫോടനമായിരുന്നില്ല. ഈ അനന്ത സാന്ദ്രതയിലും ഉന്നതമായ ഊർജത്തിലും നിലനിന്ന ആ മാറ്റർ സൂപ്പിനുള്ളില് ഒരു ആറ്റത്തിന്റെ മാത്രം വലിപ്പമുള്ള അത്രയും പോലും ഇല്ല എന്നാ പറയുന്നത്. സ്ഥലം ശൂന്യമായിരുന്ന അവസ്ഥാവിശേഷം, സ്ഥലമില്ലാതിരുന്ന അവസ്ഥാവിശേഷം. ഒരു സൈസിനെ കുറിച്ച് നമ്മൾക്ക് പറയേണ്ടി വരുന്നത് കൊണ്ടാണ് ആറ്റത്തിന്റെ മാത്രം വലിപ്പമുള്ള സൈസ് എന്ന് പറയുന്ന സമയം. ആ മാറ്റർ സൂപ്പിന്മേല് ഉണ്ടായ ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷൻ, ഒരു കണികാ തരംഗം, അപ്രകാരമാണ് ശാസ്ത്രം ബിഗ് ബാങ് എക്സ്പ്ലോഷനെ വിശേഷിപ്പിക്കുന്നത്. തൽഫലം ഒരു കുളത്തിലേക്ക് ഒരു ചെറിയ കല്ലെടുത്തിട്ട് കഴിയുമ്പോൾ ഓളം വെട്ടുന്നത് പറഞ്ഞതുപോലെ ബിഗ് ബാങ് പദാർത്ഥ സൂപ്പിന്മേലുണ്ടായ ഒരു കണികാ ആന്തോളനം വഴിയായിട്ട് ആ പദാർത്ഥ സൂപ്പ് അങ്ങ് വികസിക്കുവാനായിട്ട് തുടങ്ങി.
പ്രകാശ വേഗതയിൽ അതങ്ങ് എക്സ്പ്ലോഡ് ചെയ്തു. ആദ്യമേ ഉണ്ടായത് എലമെന്ററി പാർട്ടിക്കിൾസ്, പ്രാഥമിക കണികൾ, ക്വാർക്കുകൾ, ലെപ്റ്റോണുകൾ, ഗ്ലൂവോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ മുതലായവയെല്ലാം പ്രപഞ്ചത്തിന് 1 സെക്കൻഡ് പ്രായമായപ്പോൾ, നമ്മൾ 0 സെക്കൻഡിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്, 1 സെക്കൻഡ് പ്രായമായപ്പോൾ പ്രപഞ്ചം മുഴുവനും ഒരു ന്യൂക്ലിയസ് ആയിരുന്നു. വീണ്ടും പ്രപഞ്ചത്തിലുണ്ടായത് മൂലകങ്ങളാണ്. ഭാരം കുറഞ്ഞ മൂലകങ്ങളായ ഹൈഡ്രജനും ഹീലിയവും ഒക്കെ ആദ്യമുണ്ടായി. തുടർന്ന് ഹെവിയർ എലമെന്റ്സ് ആയ അയൺ മുതലായവയൊക്കെ. പദാർത്ഥ കണങ്ങളുടെ വലിയ ഒരു വലിച്ചെറിയല തുടർന്ന് ബിഗ് ബാങ്ങോട് കൂടി ഉണ്ടായത് എന്ന് പറയുന്നത്. ഈ പദാർത്ഥ കണികകൾ ഗ്രാവിറ്റിയുടെ സ്വാധീനത്തിൽ തകർന്നു വീഴുന്നതാണ് വലിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് രൂപപ്പെടുന്നത്. ഓരോ പ്രദേശത്തുണ്ടായ പദാർത്ഥ ഭാഗങ്ങൾ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് അവ രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് ഗാലക്സികൾ ഉണ്ടാകുന്നത്. കുറെ ഗ്രഹങ്ങൾ ചേർന്നൊരു സൗരയൂഥം ഉണ്ടാകുന്നത് പോലെ ഒരു സൂര്യന് ചുറ്റും. അതുപോലെ താരവൃന്ദങ്ങളുടെ വ്യൂഹങ്ങൾ ചേർന്ന് വലിയൊരു ഗാലക്സി ഉണ്ടാകുന്നു. ആദ്യമേ പ്രപഞ്ചത്തിലുണ്ടായവയെ വലിയ പ്രകാശ സ്രോതസ്സുകളായ ദ്രവ്യത്തിന്റെ സമാഹാരമായ ക്വേസാറുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അങ്ങനെ 1500 കോടി വർഷങ്ങൾ കൊണ്ട് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപവും ഭാവവും ആർജിച്ചെടുക്കുകയായിരുന്നു. ഏതാണ്ട് 900 കോടി വർഷം പഴക്കമായപ്പോഴാണ് നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയൂഥം ഉണ്ടായത് എന്ന് പറയുന്നു. 500 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഭൂമി ഉണ്ടായത് എന്ന് പറയുന്നു. ഈ ബൃഹത് പ്രപഞ്ചത്തിന്റെ ലഘുവായ ചരിത്രം ഇങ്ങനെയാണ് എന്നുള്ളതാണ് സംഗതി. ഇന്ന് പ്രപഞ്ചത്തിന് 1500 കോടി പ്രകാശവർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് ഒരുപാട് തെളിവുകളുണ്ട്. ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ കാണുന്ന ഈ ഗാലക്സികളെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ നിരീക്ഷണം അത് ആധികാരികമായൊരു തെളിവാണ്. രണ്ടാമത്തേത് പ്രപഞ്ചത്തിന്റെ പശ്ചാത്തല വികിരണം. ബിഗ് ബാങ്ങിൽ നിന്നും പുറപ്പെട്ട പ്രകാശ വികിരണങ്ങൾ ഇന്ന് ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയും. ഉന്നതമായ അളവില്ലാത്ത ഊഷ്മാവിൽ തുടങ്ങിയ ഊഷ്മാവിന്റെ ഇന്നത്തെ അളവ് എന്ന് പറയുന്നത് 3 ഡിഗ്രി കെൽവിൻ ആണ്. അത്രമാത്രം ഇത് തണുത്ത് കുറഞ്ഞു വന്നിരിക്കുകയാണ് ബിഗ് ബാങ്ങിലെ ഊഷ്മാവ് എന്ന് പറയുന്ന സംഗതി. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തമായതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രപരമായ ഒരുപാട് അന്തർധാരകൾ ബിഗ് ബാങ്ങിൽ നിക്ഷിപ്തമാണ്. അതേക്കുറിച്ച് വിശദമായി നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. മഹാവിസ്ഫോടന സിദ്ധാന്തപ്രകാരം നമ്മുടെ ഈ പ്രപഞ്ചം ആദിയിൽ നടന്ന വലിയൊരു സ്ഫോടനത്തിന്റെ ഫലമാണ്. ആധികാരികമായ നിരവധി ശാസ്ത്ര നിരീക്ഷണങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. പ്രപഞ്ചത്തിന്റെ വികാസം, പ്രാപഞ്ചിക പശ്ചാത്തല വികിരണം, ഗവേഷണം മുതലായവ ഇതിൽ സുപ്രധാനമാണ്.
ഇന്നത്തെ ചോദ്യങ്ങൾ. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ശാസ്ത്രീയമായ തെളിവുകളേതെല്ലാം? മഹാവിസ്ഫോടന സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചത്തിന്റെ വികാസ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ വിവരിക്കുക. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 049023444727, 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.